ഇപ്പോൾ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ മാധ്യമപ്രവർത്തകരെ കാണുന്നു. അതിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക സ്പോർട്സിന് മാത്രം. ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനത്തിന് സ്വന്തമായി ഒരു എഞ്ചിനീയറിംഗ് വകുപ്പ് കായിക വകുപ്പിനുള്ള നമുക്ക് മാത്രമേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുക. സന്തോഷ് ട്രോഫി നമ്മൾ മഞ്ചേരിയിൽ സംഘടിപ്പിച്ചു. അതിൻ്റെ SPV കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ നടത്തിയ പോലെ തന്നെ ഇതിനും നമ്മൾ ഗ്രൗണ്ട് ഏറ്റുവാങ്ങുന്നു. ഗ്രൗണ്ട് ഏറ്റുവാങ്ങി നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ ഇത് തീർക്കണ്ടേ? ഈ ഡേറ്റിനുള്ളിൽ 10 ദിവസം മുമ്പ് 30-ാം തീയതിക്കുള്ളിലെങ്കിലും ഇത് തീർക്കണമായിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയും അധികം ആളുകൾ സ്വാഭാവികമായി സ്പോൺസറോട് പറയും നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്യണം. അദ്ദേഹം സംഭവിച്ചു. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ. മുഖ്യമന്ത്രിയുടെ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി എന്നാണ് സ്പോൺസർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട മറ്റൊരു തർക്കം വരുന്നത് എന്താ? ഇതിനെ വിട്ടുകൊടുത്തു. ഒന്നും വിട്ടുകൊടുത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ പണം മുടക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് കളി നടത്തണമെങ്കിൽ അതൊരു ചെറിയൊരു ഇളവ് നമുക്ക് കൊടുക്കേണ്ടത്. അതേക്കുറിച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. നിങ്ങളിതിങ്ങനെ മറ്റൊരു രീതിയിൽ എടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? നിസ്സാരമായി നോക്കി നിൽക്കാനേ നമുക്ക് കഴിയും. അപ്പം ഇതിലുള്ള എഫേർട്ട് നമ്മളെടുത്ത ഇതിൻ്റെ ഇത്രയും എടുത്തൊരു എഫേർട്ട് ഉണ്ടല്ലോ, അത് നിങ്ങൾ ആദ്യം കാണുക. ഇതിൽ മറ്റൊരു താല്പര്യവും ആർക്കുമില്ല. ഇപ്പോൾ മെസ്സി വന്ന് കളിക്കുക എന്ന് എല്ലാവരുടെയും താല്പര്യമാണ്. അതിലെ കൂടെ നമ്മൾ നിന്നിട്ടുള്ളത്. അതേ ഈ ഒരു ഡേറ്റ് മാറി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മൊത്തം ഉത്തരവാദിത്തം ഇതിന് തയ്യാറെടുത്തവരുടെ തലയിൽ വെച്ച് തരിക എന്നുള്ളത് ശരിയായിട്ടൊരു രീതിയാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് കൊണ്ടുവരണം. ഞാനതിൽ ഉപയോഗിക്കുന്ന വാക്ക് നമുക്ക് എന്നാണ്. അതിന് നിങ്ങൾ കൂടെ നിൽക്കുക. എനിക്കതേ പറയാനുള്ളൂ. നമ്മുടെ ഈ സ്റ്റേഡിയം നവീകരണം ഒക്കെ പൂർത്തിയായാൽ ഫിഫ സ്റ്റാൻഡേർഡ് ക്ലിയർ ചെയ്താൽ മാത്രമേ എന്തായാലും നമുക്ക് അനുമതി. അതായല്ലോ ഇപ്പോൾ അതായി. അപ്പം ഈ സ്റ്റേഡിയം നവീകരണത്തിന് വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതെങ്കിലും നോക്കൂ. ഇതിൻ്റെ അതേം പറഞ്ഞു. ഇത് ചെയ്യുന്നത് എന്താ? അവിടെ ചെയ്യേണ്ട അടിയന്തരമായ വർക്കുകൾ. ഇപ്പോൾ GC ഇടേണ്ട ഒരു മെയിൻ്റനൻസ് വർക്ക് അവിടെ നടക്കുന്നത്. പെയിൻ്റൊക്കെ അടിക്കുന്ന അവരാണ്. കണ്ടില്ലേ? ഇതിനൊക്കെ പെയിൻ്റ് അടിച്ചു, പുറത്തൊക്കെ പെയിൻ്റ് അടിച്ചു. അപ്പോൾ അത് ഒന്നും കൂടി നല്ല രീതിയിൽ കളർഫുള്ളാക്കണം. അവിടെ സീറ്റുകൾ മാറ്റണം. ഇതെല്ലാം തന്നെ ഒരു എൻജിനീയറിംഗ് ഒരു യൂണിറ്റ് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. GCDയുടെ എൻജിനീയർമാരുണ്ട്, അതിൽ സ്പോർട്സ് ഫൗണ്ടേഷൻ എൻജിനീയർമാരുണ്ട്. ഇത് സംയുക്തമായിട്ട് കായിക ഡയറക്ടർ അതിൻ്റെ തലപ്പത്തുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സെക്രട്ടറി, അവരുടെ എല്ലാവരും ഉള്ള ഒരു കമ്മിറ്റിയാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർ എംബുക്കിൽ അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിൽ മറ്റൊരു കാര്യമില്ല. നിങ്ങളിത് ഒരു ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ചെയ്യും. അപ്പം കൃത്യമായി നോക്കൂ. ഞാനൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. 15 ദിവസത്തിനുള്ളിൽ ഈ സാധനം തയ്യാറാക്കണം. നമ്മൾ എന്തുകൊണ്ടപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട് ഈ ഒരു വിൻഡോ പോയതുകൊണ്ടാണ്, ഈ സാധനം തയ്യാറാത്തതുകൊണ്ടാണ്. അതിന് എന്ത് വില കൊടുത്തും നമ്മൾ ചെയ്യിക്കുക എന്നാണ്. നമുക്ക് ഫയർ സാധനങ്ങൾ ഇപ്പോൾ ശരിയായിട്ടുള്ളൂ. ഇപ്പം ബാംഗ്ലൂരിൽ അപകടം നടന്നു, തമിഴ്നാട്ടിൽ അപകടം നടന്നു. ഇതൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കണ്ണടച്ചുകൊണ്ട് തന്നെ ഇതിനാണ്ട് കൊടുക്കാൻ കഴിയില്ല. നമുക്കിത് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെയല്ല. ഒരു അപകടം നടന്നാൽ നിങ്ങൾ പറയാം. ആരാണ് പരിശോധിച്ചത് നിങ്ങൾ ചോദിച്ചാൽ മറുപടി വേണ്ടേ? ഇപ്പം അതിന് മറുപടി ഉണ്ട്. PWD പരിശോധിച്ചു, PWDയുടെ ഡിസൈൻ വിങ് പരിശോധിച്ചു, സ്പോർട്സ് എഞ്ചിനീയറിംഗ് വകുപ്പ് പരിശോധിച്ചു, പാലക്കാട് NIT പരിശോധിച്ചു. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഗ്രൗണ്ടിൻ്റെ ലൈറ്റുകൾ ഒരു കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ വേണം ആ ലൈറ്റ് പിന്നെ കത്തി വരാൻ. ഒരു ഇൻ്റർനാഷണൽ മാച്ച് നടക്കുമ്പോൾ ഒരു കറണ്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? പിന്നെ അത്രയും സമയം പോകും. ഒരു ഗ്രൗണ്ടിൽ കയറിപ്പോവും. അപ്പോൾ അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അവിടെ കേബിളുകൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, ഒരു തീപിടുത്തം എന്തെങ്കിലും സംഭവം ഉണ്ടായി, അതിന് ഫയറിൻ്റെ കാര്യങ്ങൾ ശരിയാക്കണ്ടേ? അതാണ് ഇപ്പോൾ ശരിയാക്കിയിട്ടുള്ളത്. ഇവാക്യുവേറ്റ് ചെയ്യേണ്ട ഡോറുകൾ, എല്ലാ ഡോറുകളും അടഞ്ഞു കിടക്കുകയായിരുന്നു. 28 ഡോറുകൾ ഇപ്പം നമ്മുടെ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി നമ്മൾ തുറന്നെല്ലാം ഇപ്പോൾ ശരിയാക്കിയത് അതിൻ്റെ ഭാഗമായിട്ടല്ലേ. എല്ലാ ഭാഗങ്ങളും അടിയന്തരമായിട്ടുള്ള ടോയ്ലറ്റ് സംവിധാനം മുഴുവൻ ഇപ്പോൾ നമ്മൾ പുതുക്കി പണിതില്ലേ. ഇപ്പോൾ പിച്ച്, ആ ഫീൽഡ് നിങ്ങൾ കണ്ടില്ലേ? 1 കോടി രൂപയിൽ താഴെ വരും. ഇപ്പോൾ 65 ലക്ഷത്തിലധികം ഇപ്പോൾ തന്നെ അതിന് ചിലവായി. ആ പിച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഏഷ്യൻ കപ്പ് നടക്കുന്ന അതേ കമ്പനിയാണ് ഇപ്പോൾ അവരാണ് ചെയ്യുന്നത്. ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള അവരാണ് ചെയ്യുന്നത്. അത് ചെയ്യണ്ടേ? നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഫോട്ടോ പോയി എടുക്കുക. ഇപ്പോൾ അവിടെ വന്ന മാറ്റങ്ങൾ 35,000-ഓളം സീറ്റുകൾ നമ്മൾ മാറ്റിയില്ലേ. ഇതിനൊക്കെ സമയം പിടിക്കാനും ഇത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ വേണ്ട ചുറ്റുമതിൽ, ആ സെക്യൂരിറ്റി മതിൽ, എത്ര ആളുകളാണ് അതിന് പണിയെടുത്ത്?
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.